പൊന്നാനി നഗരസഭ 15-ാം വാർഡ് വിദ്യാഭ്യാസ സമിതിയും ടാൻഡം കോച്ചിംഗ് സെന്റർ എടപ്പാളും സംയുക്തമായി SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പ്രശസ്ത AI എഞ്ചിനീയർ കാർത്തിക് കോച്ചത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലറും നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനുമായ രജി ഷൂപ്പാല അധ്യക്ഷനായ ചടങ്ങിൽ കുട്ടികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് SNGS കോളേജ് പട്ടാമ്പിയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായ പ്രൊഫസർ VK മുരളീധരൻ നിർവഹിച്ചു. ടാൻഡം മാനേജിംഗ് ഡയറക്ടർ രാധാകൃഷ്ണൻ പുന്നക്കൽ, വാർഡ് വിദ്യാഭ്യാസ സമിതി അംഗങ്ങളായ ധന്യ പതിയാരത്ത്, ശാരദ ടീച്ചർ, അൻവർ KP, ഷജീർ നാലകത്ത്, ഉദയൻ കാട്ടിലത്ത്, നന്ദന, ഉദയ P, കബീർ AP എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും ഓരോ തലത്തിലും നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ ബോധത്തിന്റെ വികാസം നിങ്ങൾ എത്രത്തോളം ഉണ്ടായതിനനുസരിച്ച് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അതാണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ലെവൽ മാറുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് തീരെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾ നൈപുണ്യമുള്ള നല്ല കഴിവുകളാണ്. അതാണ് ഞാൻ ഉദാഹരണം പറയാൻ വേണ്ടി പകുതി പറഞ്ഞെത്തിയത്. ഞാൻ പറഞ്ഞില്ലേ 100% പാസ് ഒരുത്തൻ മാത്രം ഫെയിലായി എന്ന് പറഞ്ഞാൽ ചെയ്ത് വരും. പേര് പറഞ്ഞപ്പോൾ കളറില്ല ഞാൻ പറയാൻ പാടില്ല. ഫെയിൽ എന്ന് പറഞ്ഞാൽ സാമ്പിൾ വിശ്വസിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയാണ് അവൻ്റെ കുഴപ്പം അവൻ്റേതായിട്ട്. അതായത് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ SSLC ആണെങ്കിലും ശരി, ഇപ്പോൾ ഈ +2 ആണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നമുക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫെയിലാവുന്ന കേസ് വരുന്നുള്ളൂ. അപ്പോൾ അവൻ അങ്ങനെ ആയിട്ടില്ലോ. അവൻ തിരിച്ച് കോളേജിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഞാനത് വെറുതെ ചോദിക്കുന്നത് പേര് എന്തൊക്കെ ചെയ്യണം ചോദിക്കുന്നത്. അപ്പോൾ എടുത്ത വർഷം അവനത് എന്താണ് ചെയ്തതെന്ന് പറയാൻ വഴി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ചെറിയ ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് ബിസിനസ്സാണ് ഈ എന്തൊക്കെ പറയണോട്ടപ്പോൾ. അപ്പോൾ അവൻ ബിസിനസ് അവൻ പറയാൻ മടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മടി എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും അങ്ങനത്തെ അതുകൊണ്ടാണ് പറയാൻ മടി. ഞാനിപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ അവനോട്. അപ്പോൾ ഞാൻ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പറയും ശരിക്കും പറയും. ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്.